നമ്മളോടൊപ്പമുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നോക്കുക, ഒരു സെക്രട്ടറിയും പ്രസിഡന്റും വനിതകളായിരിക്കുന്ന ഒരു സംഘടനയിൽ നീതി കിട്ടില്ല എന്ന് പറയുന്നത് മറ്റു രണ്ട് വനിതകളാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഞാൻ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ സംഘടനയിലെ അംഗമല്ല. പക്ഷേ ഇത് പൊതുസഭയിൽ വന്ന സ്ഥിതിക്ക്, ചാനലുകളിൽ ചർച്ചയായ സ്ഥിതിക്ക്, നമ്മളൊരു പബ്ലിക് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയുമായിരുന്നു. യഥാർത്ഥത്തിൽ കുറെ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, അവിടെ സ്ത്രീകൾ ഭരണത്തിൽ വരാത്തത് കൊണ്ടാണ് സ്ത്രീകളുടെ വിഷയം ചർച്ച ചെയ്യാത്തത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തത് എന്നൊക്കെ നമ്മൾ ഉൾപ്പെടെ പൊതുസമൂഹം നമ്മളെല്ലാം വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സ്ത്രീകൾ പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് കമ്മിറ്റി മെമ്പറായിട്ട് കുറെ സ്ത്രീകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് കുറെ കാലങ്ങൾ. അവര് ആ കമ്മിറ്റി മെമ്പേഴ്സ് തന്നെയാണ് പിന്നീട് പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ട് മത്സരിക്കുന്നത്. അപ്പൊ നമുക്ക് കമ്മിറ്റി മെമ്പേഴ്സിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കണം. ഈ പ്രസിഡന്റും സെക്രട്ടറിയും മത്സരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ നമുക്കറിയാവുന്നവരാണല്ലോ ഈ സംഘടനയിലുള്ള എല്ലാവരും. അപ്പൊ അവരോട് പറയുന്നുണ്ട്, നോക്കൂ, സ്ത്രീകൾ മുൻനിരയിൽ വരട്ടെ, അവര് പ്രസിഡന്റ് സെക്രട്ടറി ആവട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനുള്ള സങ്കടം അവരോട് പറയാം, ഓപ്പൺ ആയിട്ട്. ആണുങ്ങളോട് പറയുന്നതിനേക്കാൾ സ്ത്രീയോട് പറയാൻ പറ്റും, സ്ത്രീകളോട് പറയാം എന്ന് പറഞ്ഞ് നമ്മൾ ഉൾപ്പെടെയാണ് വോട്ട് പിടിച്ച് അവരെ അവിടെ കൊണ്ട് ഇരുത്തിയത്. അതിൽ ഒരു പങ്ക്, മുഴുവൻ പങ്ക് അല്ലെങ്കിൽ ഒരു പങ്ക് എനിക്കുമുണ്ട്. പക്ഷെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത നാണക്കേടായ, കാരണം സ്ത്രീകൾക്ക് ഭരിക്കാൻ അറിയില്ല എന്ന്. ഇവിടെ ഇന്ത്യ ഭരിച്ചത് ഒരു സ്ത്രീ ആയിരുന്നു, ഇന്നും ഒരു പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഭരിക്കാൻ അറിയില്ല എന്നുള്ള ഒരു തരം സമൂഹത്തിന്റെ ചില കമന്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത്രത്തോളം പരിഹാസ്യമായിരിക്കാണ് ആ സംഘടനയ്ക്ക്. ഇതുവരെ മോഹൻലാല് അല്ലെങ്കിൽ ഇടവേള ബാബു അങ്ങനെയുള്ള കുറെ ആളുകൾ ഇരുന്ന സമയത്ത് ആ സംഘടനയ്ക്ക് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യമായി മാറിയിരിക്കുന്നു ആ താരസംഘടന എന്ന് പറയുന്നത്. അതിന് കാരണം ഒരു സ്ത്രീകൾ അടങ്ങുന്ന ഭരണസമിതിയാണ് എന്നറിയുമ്പോൾ നമ്മൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്. ഒന്ന്. രണ്ടാമത്, അതിനകത്ത് എന്ത് നടന്നാലും കുറെ കൂടി ഓപ്പൺ ആകാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നില്ല. അവർ ആരൊക്കെയോ സംരക്ഷിക്കുന്നു. ഞാൻ കണ്ടിടത്തോളം അവരെപ്പോഴും അതിജീവിതമാരോടൊപ്പം നിന്നിട്ടേയില്ല. ഈ സ്ത്രീകൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ സ്ത്രീകൾ മുൻപും അതിജീവിതയോടൊപ്പം നിന്നിട്ടില്ല, ഇപ്പോഴും അവർ അതിജീവിതമാരോടൊപ്പം നിൽക്കുന്നില്ല. അതിലുള്ളവർ തന്നെ പുറത്തു വന്നിട്ട് എന്താണ് പറയുന്നത്? ഇപ്പൊ അൻസിബ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അപ്പൊ മറ്റൊരു അതിലെ അംഗമായ ഒരു വ്യക്തി, ആ സ്ത്രീ, അവര് വന്ന് പറയണ എന്താ, എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് അയാളെ അറിയാം, അയാള് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറയാം. ചേടാ, നിങ്ങൾക്കല്ലേ വർഷങ്ങളായിട്ട് അറിയാവുള്ളൂ, എനിക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ അൻസിബയ്ക്ക് അറിയില്ലല്ലോ. അപ്പോ ഒരാളെല്ലാവരും ഇല്ല പെരുമാറുന്നത്. അപ്പൊ അത് തെളിയിക്കേണ്ടതും അത് ചർച്ച ചെയ്യേണ്ടതും ആ പരാതി സ്വീകരിക്കേണ്ടതും ഈ സ്ത്രീകളടങ്ങുന്ന കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. ഒരു കാര്യം കൂടി ഇടയ്ക്ക്, അതായത് ഇന്നലെ ഈ ശ്വേതാ മേനോൻ സംസാരിക്കുന്നതിനിടയിൽ ഒരു പരാമർശം നടത്തിയതായി കാണുന്നു. ചില പരാതികൾ, വ്യക്തിപരമായ പരാതികൾ തീർക്കാനുള്ള ഒരു സംഘടനയല്ല അമ്മ എന്ന് പറയുന്നുണ്ട്. അവര് ഈ കാര്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇത് വ്യക്തിപരമല്ല ഈ പരാതി, ഇത് അമ്മയുടെ ഒരു പരിപാടിയിൽ നേരിട്ട ബുദ്ധിമുട്ടും അമ്മയുടെ ഒരു അംഗം അല്ലെ എക്സിക്യൂട്ടീവ് മെമ്പർ നടത്തിയ പരാമർശമാണ്. സ്വാഭാവികമായും ആ സംഘടനയ്ക്കകത്ത് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ ഇത്? അല്ല, അവര് പറഞ്ഞത് ഈ പരാതിയെ കുറിച്ചല്ല, മറ്റൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അതിനെ കുറിച്ച് എന്തോ ആണ് പറഞ്ഞെന്നാണ് അവര് പറഞ്ഞത്. അത് വേറെ പരാതിയാണ്. അവര് ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണെന്നാണ് ശ്വേത പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി ആ രണ്ട് വ്യക്തികളും, അതായത് അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്തവരോ അല്ലെ അൻസിബ പരാതി കൊടുത്തവർ, ഇവർ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണെങ്കിൽ അവരെ വിളിച്ചിരുത്തി സംസാരിക്കേണ്ട ഉത്തരവാദിത്വം ഈ സംഘടനാ ഭാരവാഹികൾക്കുണ്ട്, സെക്രട്ടറിക്കും പ്രസിഡന്റിനും അവിടെ ഉണ്ട്. അവരെന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാത്ത? അത് ഔട്ട് ഓഫ് ദ സംഘടന എന്ന് പറയുന്നത് നിരുത്തരവാദപരമായ ഒരു വിഷയമാണത്. അത് ശരിയല്ല അവര് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇവരുന്നയിച്ച പരാതിയുടെ ഗൗരവം സംഘടനയ്ക്ക് പുറത്തേക്ക് നേരത്തെ അൻസിബ തന്നെ എൻ്റെ സൂചന നൽകിയിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലും മറ്റും പരാതി ചെന്ന് ഇതൊരു FIR ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആർക്കെതിരെയോ പരാതി അയാൾക്കെതിരായ നടപടി ഉണ്ടാവണം, വേണമെങ്കിൽ അറസ്റ്റ് പോലുമുള്ള നീക്കത്തിലേക്ക് പോവേണ്ടി വരും. അതാണ് നമ്മുടെ നിയമ സംവിധാനം. അങ്ങനെ ഉള്ളപ്പോഴാണ് സംഘടനയ്ക്കകത്ത് ആ പരാതി പോലും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടാവുക.
അല്ല അതാണ് ഇത്. അതിനകത്ത് ഇവരെല്ലാവരും ഇപ്പൊ ഇന്നലെ ശ്വേത പറയുന്ന കേട്ടു, അൻസിബയെ ഇങ്ങനെ ചില വാക്കുകൾ പറഞ്ഞ് അധിക്ഷേപിച്ചു, ജാതീയമായും ഒക്കെ വംശീയമായും ഒക്കെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ശ്വേത പറഞ്ഞ എന്താണ്, ഞങ്ങൾ 15 പേരും കേട്ടില്ലല്ലോ എന്ന്. ഞാൻ കേട്ടില്ല എന്ന് പറയാം, എനിക്ക് ഉറങ്ങുന്ന മാതിരി എനിക്ക് അഭിനയിക്കാൻ സാധിക്കും, പക്ഷെ ഉറങ്ങുകയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരുമ്പോ സ്ത്രീകൾ പോലും സ്ത്രീകളോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അംഗങ്ങൾക്ക് തന്നെ അവരോട് വിശ്വാസമില്ലാതെയാവുകയാണ് ചെയ്യുന്നത്. ആ വിശ്വാസമില്ലായ്മ വിശ്വസിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഒരുപക്ഷെ അവർക്ക് സംഘടന നടത്തിയോ അല്ലെ ഭാരവാഹിത്വം നടത്തിയോ അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ടുള്ള ഒരു വിഷയമാണെന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി എല്ലാവരും കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഇമ്മീഡിയറ്റ് ഒരു ജനറൽ ബോഡി, ഇമ്മീഡിയറ്റ് എന്ന് വെച്ചാൽ ജനറൽ ബോഡി അത്ര എളുപ്പമല്ല എങ്കിലും അവൈലബിൾ ജനറൽ ബോഡി വിളിച്ച് അവരുടെ മുമ്പിൽ ഇത് അവർക്ക് പറഞ്ഞ് ഈ അൻസിബയ്ക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. ഇപ്പൊ അൻസിബ എനിക്ക് തോന്നുന്നു ഇന്നലെ ശ്വേത പറയുന്ന കേട്ടു, അവർ പരാതി തന്നത് ഇപ്പോഴാണ്, അതായത് മാധ്യമം വഴിയാണ് സംഘടന അറിയുന്നത്. പക്ഷേ അവർ രാജിവെച്ചത് അതിനു മുമ്പേയാണ് എന്ന് പറയുന്നു. അപ്പൊ ആ പരാതിയിൽ ഈ രാജിയെ കുറിച്ചൊന്നും പറയുന്നില്ല, അതായത് രാജിയുടെ കാരണം ഈ പറഞ്ഞ പരാതിയൊന്നും ആ രാജിയിൽ പറയുന്നില്ല എന്നും പറയുന്നു. അപ്പോ അങ്ങനെ പരാതി ഒന്നുമില്ലാതെ ഒരാൾ രാജിവെക്കുമ്പോൾ എന്താണ് കാരണം എന്ന് നിങ്ങൾ വിശദീകരിക്കണം എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വവും ഭാരവാഹികൾക്കാണ്. അതാണ് ഞാൻ പറഞ്ഞ അവിടെ ആർക്കും ഒരു സംഘടനാ പാടവമില്ല എന്നുള്ളത്. പിന്നെ പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ഭയങ്കര പോരാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെക്രട്ടറി ഒരക്ഷരം മിണ്ടുന്നില്ല. ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടറിയുടേത്. പക്ഷെ സെക്രട്ടറി ഒന്നും മിണ്ടുന്നില്ല. സെക്രട്ടറി വെറുതെ ആ കസേര ഇരുന്നത് കൊണ്ട് കാര്യമില്ല. പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് എല്ലാം ഒന്ന് മാറ്റിവെക്കുകയും ഈ മാധ്യമങ്ങൾ വഴിയാണ് അംഗങ്ങൾ പോലും സംഘടനയ്ക്കുള്ളിലെ വിവരങ്ങൾ അറിയുന്നത്. അതൊരു സംഘടനയുടെ വലിയൊരു വീഴ്ചയാണ്. അത് സ്ത്രീകൾ ഇരുന്നിട്ട് ആ വീഴ്ച വരുത്തി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭാരവാഹികൾ തന്നെ തിരിച്ചു വരട്ടെ എന്ന അഭിപ്രായത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ഭാഗ്യലക്ഷ്മി. അൻസിബ തുടരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.